ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ നോക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ജൂൺ 2 ആയതുകൊണ്ട് ഇന്ന് സ്കൂൾ റീ ഓപ്പണിംഗ് ആണല്ലോ. അപ്പോൾ ഇന്ന് അച്ചുടെ പുതിയ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അവളെ ഇരുത്തിച്ചിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ആക്കി കൊടുത്താൽ ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു, അത് ഞാൻ പറയാം. അപ്പോൾ ഇപ്പോൾ ആക്കി കൊടുത്തപ്പോൾ പപ്പു വന്നിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് അവൾ കുറച്ച് നല്ല ഉഷാറായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ലേശം ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ പുതിയ സ്കൂളാണ്, പുതിയ ഫ്രണ്ട്സൊക്കെയാണ്. അപ്പോൾ പിന്നെ കുറച്ച് ഇതായിരുന്നു. പിന്നെ ഓരോ ഫ്രണ്ടിലേക്കൊക്കെ ഇന്ന് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പഴയന്നൂർ കഴിഞ്ഞ് ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് കേട്ടോ, സെൻറ്റ് തോമസ് സ്കൂളിലാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവളെ അവിടെ ആക്കി കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ ഇറങ്ങി. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോവാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരാളെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ അവിടെ കാണാൻ പോയ ആളെ വന്നിട്ട് സ്ഥലമൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ഒരു യുഗം വെച്ച് പോവുകയല്ലാതെ. അപ്പോൾ ഞങ്ങൾ ആരൊക്കെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, പിന്നെ ഏട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ ഋതുട്ടൻ, പിന്നെ പപ്പു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ പോവാണ്. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എങ്ങനെയാണ് പോവാന്നൊക്കെ, കോട്ടൊക്കെ എടുത്തിട്ട് എന്നാലും ഒരു പേടി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ മഴ നിൽക്കുകയും ചെയ്ത്. അപ്പോൾ ഒരു നല്ലൊരു മഴയായിരുന്നു പെയ്തത് അപ്പം തന്നെ, അതുകൊണ്ടാണ് പേടിച്ചത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സീനറിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഈ പഴയന്നൂർ ടു ചേലക്കര എല്ലാം ഒരു വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണ്. നല്ലൊരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. അത് ആ മഴയും പെയ്തിട്ട് നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ പിന്നെ അത് കണ്ടൊക്കെ ഇങ്ങനെ പോരുകയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ പോന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഋതുട്ട ഇടയ്ക്ക് വെച്ച് കരയൊക്കെ ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പോന്നിട്ടുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഓണം ഫ്രണ്ടിലായിരുന്നു, ബാക്കിലായിരുന്നു ഇരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ ഫ്രണ്ടിലേക്കായി. ഏട്ടൻ്റെ അടുത്ത് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ പോരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കാണാൻ നല്ല സീനറി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചേലക്കര എത്തി, ടൗണിലേക്ക് എത്തി, ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത്. അപ്പോൾ ഞങ്ങളൊരു യുഗം വെച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടതിൻ്റെ ഒരു യുഗം വെച്ച് പോവാണ്. അപ്പോൾ ഈ സ്ഥലം എല്ലാവരും നല്ലപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണ്ട് കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഈ സ്കൂള് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകാനുള്ളത്. ഇനി കുറച്ചേ ഉള്ളൂ കേട്ടോ, ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ഒന്ന് കിടക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഗ്രാമം, ഇപ്പോൾ ഈ സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ നിന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പോയി ഇതവിടെ SMT സ്കൂൾ, ചേച്ചി പറഞ്ഞ പോലെ SMT സ്കൂൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സ്കൂൾ തിരക്കായതുകൊണ്ട് നല്ലൊരു തിരക്കായിരുന്നു. എന്താ വെച്ചാൽ രാവിലെ തന്നെ എല്ലാവരും സ്കൂളിലാക്കി കൊടുക്കാനുള്ള ഒരു തിരക്കൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളവിടെ പാടത്തു കൂടെ സൈഡിൽ കൂടെയൊക്കെ പോയി. നല്ല മഴ ആയതുകൊണ്ട് നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ പോന്ന് ഞങ്ങൾ വഴി വന്നിട്ടൊന്ന് തെറ്റിപ്പോയി. അപ്പോൾ ഞങ്ങളവിടെ കടയിലുള്ള ചേട്ടനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ആദ്യത്തെ ഒരു ലെഫ്റ്റ് തന്നെ എടുത്തു പോയി. അവിടെയാണ് സംഭവം വന്നിട്ട് തുടങ്ങണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കാനാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് നേരത്തെ ഉള്ള ലെഫ്റ്റിലാണ് പോയത്. അവിടെ പോയപ്പോൾ എന്ത് വെച്ച് വഴി തെറ്റിപ്പോയി ഗൈസ്. അപ്പം ഞങ്ങൾ ഓരോ വീട് ഇങ്ങനെ നോക്കി പോവാണ്. ഇതാണോ ചേച്ചിയുടെ വീട്, ഇതാണോ ചേച്ചിയുടെ വീട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്നും അല്ലായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ പോയിട്ട് ഇങ്ങനെ കുറേ ഞങ്ങൾ പോയി ഏതൊക്കെയോ ആളുടെ വീട്ടിലേക്കൊക്കെ എത്തി. അപ്പം ഞങ്ങളവിടെ അങ്ങനെ എത്തിയപ്പോൾ വീണ്ടും തിരിച്ച് വന്ന് എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ചു. അപ്പോൾ ചേച്ചിയുടെ അമ്മ വന്ന് പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ചേച്ചി അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി വന്നിട്ട് വിളിച്ചൊക്കെ തന്നു ചേച്ചീനെ. അപ്പോൾ ഞങ്ങൾ വർത്തമാനം ചേച്ചി പറഞ്ഞ് സ്കൂളിലാണ് മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോളി, ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു കാഴ്ച കണ്ടതാണ്. ഇതാരാ നോക്കി. അപ്പോൾ ഇയാളെ വരുന്ന വഴിക്കും കണ്ട്. പിന്നെ ചേച്ചി ആകെ നെറ്റിപ്പോയി, ഷോക്കിങ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ പരിചയപോളില്ല, 1.5 ആഴ്ചത്തെ. അപ്പോൾ ചേച്ചി പറഞ്ഞു വ്ളോഗ് ഇട്ട് നാട്ടിക്കെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വഴിതെറ്റി പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കുറേ സംസാരിച്ച് ചേച്ചീനെ കണ്ടപ്പോൾ അത്രയും സന്തോഷമായി. എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചീനെ അത്രയും ഇഷ്ടമായിട്ടാണ് ഞാൻ പോയി കാണാൻ പോയത്. അപ്പോൾ എനിക്ക് അത്രയും സന്തോഷമുണ്ട് കണ്ടതിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ സർപ്രൈസ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പോയി സർപ്രൈസായിട്ട് കണ്ട് നല്ല വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങ് തിരിച്ചു പോന്നു. ചേച്ചിയുടെ പേര് പറഞ്ഞില്ലല്ലോ, പ്രിയ മണികണ്ഠൻ. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉള്ള പ്രിയ മണികണ്ഠനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പിന്നെ അത് കാണാൻ പോയതാണ്. അപ്പോൾ നല്ല വർത്താനമായിട്ട് നല്ല ഇഷ്ടമായി എനിക്ക്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ കണ്ട്, ഞങ്ങളെല്ലാവരും കണ്ട് ടാറ്റയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്തിങ്ങനെ പോന്ന്. അപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ദിവസമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചീനെ കാണാൻ പറ്റുമോ എന്നറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ട്
വർത്താനൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് സംസാരിച്ച് ഞങ്ങളിങ്ങനെ പോന്നു. ഞാൻ ഏതായാലും ഒരു ദിവസം പോകണ്ട ചേച്ചി ചോദിച്ചു എന്നോട് ഒന്നും കൊണ്ടുവന്നില്ലേ എനിക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീടൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞു പിടിക്കാനാണല്ലോ പോയത്. അപ്പോൾ ഇതൊന്നും വാങ്ങിയില്ല. ഒന്നും തോന്നരുത് ചേച്ചി, അടുത്ത പ്രാവശ്യം കാണുമ്പോൾ എന്തായാലും നല്ലൊരു ഇതാവാം. പിന്നെ അച്ചുവിടെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ പോയി. ഞങ്ങൾ എന്താ വെച്ചാൽ വരുന്ന വഴിയാണ്. അപ്പോൾ അങ്ങനെ കൂട്ടി വീട്ടിലേക്ക് പോയി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.